വെറുമൊരു സാധാരണ ബോംബ് അതിൽ ചെറിയൊരു ഉപകരണം ഘടിപ്പിച്ചാൽ അത് ലോകത്തെ ഏറ്റവും കൃത്യതയുള്ള യുദ്ധവിനാശകാരിയായി മാറും. അമേരിക്കയുടെ പക്കലുള്ള അതിമാരകമായ ജേഡാം ബോംബുകൾക്ക് പകരക്കാരനായി ഇന്ത്യ സ്വന്തം താരയെ പുറത്തിറക്കിയിരിക്കുകയാണ്. എന്താണ് ഈ താര? എങ്ങനെയാണിത് യുദ്ധമുഖത്തെ മാറ്റാൻ പോകുന്നത്? നോക്കാം. പഴയകാലത്തെ ബോംബുകൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. വിമാനം ശത്രുവിന്റെ തൊട്ടടുത്തെത്തി അത് താഴേക്കിടണം. ഇത് പൈലറ്റിന്റെ ജീവൻ അപകടത്തിലാക്കും. എന്നാൽ DRDO വികസിപ്പിച്ചെടുത്ത താര ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ ഈ പ്രശ്നം പരിഹരിക്കുന്നു. ഇതൊരു ഗൈഡൻസ് കിറ്റാണ്. നമ്മുടെ വ്യോമസേനയുടെ പക്കലുള്ള പഴയ സാധാരണ ബോംബുകളിൽ ഈ കിറ്റ് ഘടിപ്പിച്ചാൽ അത് സ്മാർട്ട് ബോംബായി മാറും. അതായത് വിമാനത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ വെച്ച് തന്നെ ശത്രുവിന്റെ കൃത്യം തലയ്ക്ക് മുകളിൽ ബോംബിടാൻ ഈ കിറ്റ് സഹായിക്കും. അമേരിക്കയുടെ പക്കൽ ഇതിന് സമാനമായ ജേഡാം കിറ്റുകളുണ്ട്. പക്ഷേ ഇന്ത്യയുടെ താര അതിനേക്കാൾ ഒരുപടി മുന്നിലാണെന്ന് അമേരിക്കൻ പ്രതിരോധ വിദഗ്ധർ തന്നെ പറയുന്നു. കാരണം ലളിതമാണ്. 1. നാവിക് സഹായം. അമേരിക്കയുടെ GPS-ന് പകരം ഇന്ത്യയുടെ സ്വന്തം നാവിക് സാറ്റലൈറ്റ് സംവിധാനമാണ് താര ഉപയോഗിക്കുന്നത്. യുദ്ധസമയത്ത് GPS സിഗ്നലുകൾ തടസ്സപ്പെട്ടാലും താര കൃത്യമായി ലക്ഷ്യം കാണും. 2. തരം ഗൈഡൻസ്. ലേസർ ഉപയോഗിച്ചും GPS ഉപയോഗിച്ചും ഒരേ സമയം പ്രവർത്തിക്കാൻ താരയ്ക്ക് കഴിയും. ശത്രു നമ്മുടെ സിഗ്നലുകൾ ജാം ചെയ്യാൻ ശ്രമിച്ചാലും താരയുടെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ല. 2025-ൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ തദ്ദേശീയ ആയുധങ്ങൾ എത്രത്തോളം കരുത്തുറ്റതാണെന്ന് ലോകം കണ്ടതാണ്. അന്ന് വിദേശ വിമാനങ്ങളെക്കാൾ ഇന്ത്യയുടെ സ്വന്തം സാങ്കേതിക വിദ്യയാണ് യുദ്ധമുഖത്ത് വിജയം കണ്ടത്. താര പോലുള്ള ഉപകരണങ്ങൾ വരുന്നതോടെ കോടിക്കണക്കിന് രൂപ വിലയുള്ള മിസൈലുകൾക്ക് പകരം കുറഞ്ഞ ചിലവിൽ ആയിരക്കണക്കിന് സ്മാർട്ട് ബോംബുകൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് ശത്രുരാജ്യങ്ങൾക്ക് വലിയൊരു ഭീഷണിയാണ്. ഇറക്കുമതി കുറയ്ക്കുക എന്നത് മാത്രമല്ല ഇതിന്റെ ഗുണം. ഇന്ത്യയുടെ പക്കലുള്ള ആയിരക്കണക്കിന് പഴയ ബോംബുകൾ പാഴാക്കാതെ അവയെ അത്യാധുനിക ആയുധങ്ങളാക്കി മാറ്റാൻ ഈ താര കിറ്റ് സഹായിക്കും. യുദ്ധം തുടങ്ങുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധം വരാൻ കാത്തുനിൽക്കേണ്ട അവസ്ഥ ഇനി ഇന്ത്യക്കുണ്ടാവില്ല. അമേരിക്കയുടെ സാങ്കേതിക വിദ്യയെപ്പോലും വെല്ലുന്ന രീതിയിൽ ഇന്ത്യ വളരുന്നത് കാണുമ്പോൾ ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യയുടെ ഈ വമ്പൻ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? താര വരുന്നതോടെ ശത്രുക്കളുടെ കോട്ടകൾ തകരുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. കൂടുതൽ ആവേശകരമായ പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.